സിയാ ലോതാത്തു ജേസു ക്രിസ്തു, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ തീർത്ഥാടനം, പിൽഗ്രിമേജ്, പ്രാർത്ഥനായാത്ര ആരംഭിക്കുന്നത് റോമിലെ പ്രധാനപ്പെട്ട 4 ബസിലിക്കകളിലൊന്നായിട്ടുള്ള മാതാവിൻ്റെ ഏറ്റവും വലിയ ബസിലിക്കയായ മരിയ മജോറയിൽ നിന്നാണ്. ജൂബിലി വർഷത്തിനുള്ള മുന്നൊരുക്കമായി റോമിലെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഈ ബ്രോൺസ് രൂപം നമ്മുടെ മരിയ മജോർ പള്ളിക്ക് മുൻപിലുള്ള ബ്രോൺസ് രൂപത്തിൽ റെസ്റ്റോറേഷൻ വർക്കുകൾ ആരംഭിച്ചു. വളരെ മനോഹരമായൊരു ശില്പമാണ്. സൂര്യപ്രകാശത്തിൽ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. റോമിൽ ശൈത്യകാലത്തിൻ്റെ വരവായിട്ടുണ്ട്. തണുപ്പ് കാലത്തിൻ്റെ ലക്ഷണമായ ആൾക്കാരെല്ലാവരും ഇവിടെ ജാക്കറ്റും മറ്റൊക്കെ ധരിച്ച് പുറത്തിറങ്ങാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂബിലി വർഷങ്ങളിൽ മാത്രം തുറക്കാറുള്ള വിശുദ്ധ വാതിലാണിത്. ഈ വാതിൽ കൂടെ പ്രവേശിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രകൾ പോകുന്നതിന് മുൻപായും അതിനുശേഷവും ഈ ബസിലിക്കയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പിയത്തയ്ക്ക് സമാനമായി മാതാവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മാർബിൾ ശില്പം മരിയ മജോർ ദേവാലയത്തിലുമുണ്ട്. മാതാവിൻ്റെ പ്രസിദ്ധമായ ബസിലിക്കയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്പലാണ്. ഇവിടെയാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച മനോഹരമായ അത്ഭുത ചിത്രമുള്ളത്. മാതാവിൻ്റെ കപ്പേളയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനാൽ അവിടെ നിന്ന് ഗാർഡിൻ്റെ അനുവാദത്തോടു കൂടി ദൂരെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ദേവാലയത്തിലെ പ്രധാന അൾത്താര. വളരെ മനോഹരമാണ് ഈ അൾത്താര. ഇതിന് താഴെയായിട്ട് വിശുദ്ധരുടെ റിലിക്സ് സൂക്ഷിച്ചിട്ടുണ്ട്. പിയോ നോണോ എന്നറിയപ്പെടുന്ന പയസ് ദ 9th മാർപ്പാപ്പായുടെ മനോഹരമായൊരു മാർബിൾ പ്രതിമയാണ് ഈ ഒരു കല്ലറയ്ക്ക്, അതായത് അൾത്താരയ്ക്ക് അടിയിലായിട്ടുള്ളത്. അൾത്താരയിൽ പ്രാർത്ഥിക്കാനായി ധാരാളം ആൾക്കാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളുടെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്കായി പകർത്തുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ സ്ഥലമാണിത്. ധാരാളം സന്ദർശകർ ഓരോ ദിവസവും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിലെ മനോഹരമായ പ്രസംഗപീഠം നോക്കിക്കേ. പ്രാചീന ദേവാലയങ്ങളെല്ലാം കാണുന്ന പോലെ അൾത്താരയുടെ ഒരു വശത്തായി മനോഹരമായ ഒരു പ്രസംഗപീഠം ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അൾത്താരയുടെ പാർശ്വത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു അൾത്താരയാണിത്. ഇവിടെ നമ്മുടെ വാഗ്ദാന പേടകം പോലെ ഒരു പേടകം മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഒരു പാർശ്വത്തിലുള്ള ഒരു അൾത്താരയിൽ നിന്നുള്ള വിഷൻസാണിത്. പയസ് ദ 5th 5ാം പിയൂസ് പാപ്പായുടെ മനോഹരമായൊരു മാർബിൾ പ്രതിമയാണിത്. മാലാഖമാരാൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയ ഗോപുരത്തിൻ്റെ രൂപമാണിത്. ഇത് ഗോൾഡാണോ സിൽവറാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മനോഹരമായൊരു ശില്പം. 6th മാർപ്പാപ്പായുടെ മറ്റൊരു മാർബിൾ പ്രതിമയും ഈ ദേവാലയത്തിലെ ഈ വശത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഒരു വശത്തു നിന്നുള്ള ഉപരിതല കാഴ്ചയാണ്, മുകളിലത്തെ കാഴ്ചയാണിത്. ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്തു നിന്നുള്ള ഉപരിതല കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ ഉപരിതലം തയ്യാറാക്കിയിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദൂരയാത്രകൾക്ക് പോകുന്നതിന് മുൻപും പിൻപും, ഇപ്പോൾ ഏഷ്യയിലുള്ള വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന പിതാവ് അവിടെ പോകുന്നതിന് മുൻപും അവിടെ വന്നതിന് ശേഷവും ഈ ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ, നേരത്തെ നമ്മൾ കണ്ട മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അദ്ദേഹം യാത്ര ആരംഭിക്കാറുള്ളൂ. അതോടൊപ്പം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യണമെന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ കണ്ട പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വെങ്കല പ്രതിമയുടെ മറ്റൊരു ദൃശ്യം പള്ളിക്കകത്തു നിന്ന് ഞാൻ പകർത്താൻ ശ്രമിക്കുകയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഈ ദേവാലയത്തിലുണ്ട്. നല്ല തെളിച്ചമുള്ളൊരു ദിവസമായതിനാൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് ദേവാലയം മറ്റ് ലൈറ്റിങ്സ് ഒന്നുമില്ലാതെ തന്നെ കാണപ്പെടുന്നത്. ബെനഡിക്റ്റ് 14ാമൻ മാർപ്പാപ്പയുടെ പേരിലുള്ള മറ്റൊരു ബ്രോൺസ് ഡോറാണ് ദേവാലയത്തിൻ്റെ ഒരു വശത്തായിട്ടുള്ളത്. ഫിലിപ്പ് 4ാമൻ
എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രതിമയും വെങ്കല പ്രതിമയും ദേവാലയത്തിൻ്റെ വശത്തായിട്ടുണ്ട്. ഈ ഫിലിപ്പ് നാലാമൻ ഒരു രാജാവായിരുന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം മാർപ്പാപ്പയല്ല. മാർപ്പാപ്പയുടെ ലക്ഷ്യമായിട്ടുള്ള തൊപ്പിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്ന 16-ാം നൂറ്റാണ്ട് 1600 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണിത്. മാതാവിൻ്റെ അതിമനോഹരമായ ഈ ദേവാലയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ. ഇന്ന് വളരെ പ്രസന്നമായ ഒരു കാലാവസ്ഥയാണ് റോമിലുള്ളത്. പൊതുവേ തണുപ്പ് കാലം ആരംഭിക്കുന്നതിന് ലക്ഷണം ഇടയ്ക്കിടയ്ക്ക് മഴയും മറ്റുമൊക്കെ ഉണ്ട്. ഈ ഒരു നല്ല ദിവസത്തിൽ പ്രാർത്ഥനാപൂർവ്വം ദിവസം ആരംഭിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും റോമിൽ നിന്ന് പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.